നമസ്കാരം. A4R സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുവെന്ന് നാം പഠിച്ചു പ്രസൻറ്റൻസിൽ. ഇന്ന് പഠിക്കാൻ പോകുന്നു അതിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസ് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വരൂ. ഈ ചോദ്യ ഫോർമാറ്റിനായി നാം ഉപയോഗിക്കുന്നത് പുതിയൊരു ഗ്രൂപ്പാണ്. അറിയാമല്ലോ, ഡു ഗ്രൂപ്പ്. ഒരു പ്രവൃത്തിയെ കുറിക്കാനാണ് ഡു ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള പ്രസൻറ്റൻസിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പഠിക്കുന്ന പാസ്റ്റ് ടെൻസിലും നമ്മളത് തുടരുന്നു. അപ്പം ഡു ഗ്രൂപ്പിൻ്റെ പ്രസൻറ്റൻസ് നാം പഠിച്ചു കഴിഞ്ഞു. ഡു, ഡസ്. ഇനി പാസ്റ്റ് ടെൻസിലെ ഡു ഗ്രൂപ്പ് എന്താണ്? ഡിഡ്. അത്രയേ ഉള്ളൂ. ഡിഡ്, അത് മാത്രമാണ് പാസ്റ്റ് ടെൻസിലെ ഡു ഗ്രൂപ്പ്. നമുക്ക് ഡിഡ് വെച്ചാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഓരോ കളികളും പാസ്റ്റ് ടെൻസിൽ. ഏകവചനത്തിനും ബഹുവചനത്തിനും എല്ലാം ഡിഡ് മാത്രം മതി. അപ്പം ഒരു വ്യക്തി പറഞ്ഞാൽ ലോകത്തിലെ ഏതൊരു വ്യക്തിയും എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള ചോദ്യശരങ്ങൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ എന്തു ചെയ്തു? വാട്ട് ഡിഡ് I do? ഞങ്ങൾ എന്തു ചെയ്തു? What did we do? നിങ്ങൾ എന്തു ചെയ്തു? What did you do? അവൻ എന്തു ചെയ്തു? What did he do? അവൾ എന്തു ചെയ്തു? What did she do? പീറ്റർ എന്തു ചെയ്തു? What did Peter do? അവർ എന്തു ചെയ്തു? What did they do? ഓക്കെ, അപ്പോൾ ഏതൊരു വ്യക്തിയും എന്തു ചെയ്തു ചോദിക്കാനുള്ള ചോദ്യ ഫോർമാറ്റും ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ബെലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത പുതിയൊരു ക്ലാസ്സുമായി വരുമ്പോഴേക്കും സൈനിങ് ഔട്ട് ബൈ പ്രകാശ്. താങ്ക് യു.